അൽഹംദുലില്ലാഹ്. അറഫ സംഗമത്തിന് വേണ്ടി യൗമുത്തർവിയ മിനയിൽ നിന്ന് ഹാജിമാർ ഒഴുകുകയാണ്. മിനയിൽ നിന്ന് അറഫയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. മാഷാ അല്ലാഹ്. നിരവധി വാഹനങ്ങളിലായി ഏറ്റെടുത്ത ഓരോ അറബ് കമ്പനികളും അതാത് ഹാജിമാരെ ആയിരക്കണക്കിന് ആളുകളെ അറഫയിലെത്തിക്കുകയാണ്. ബസ് മാർഗം അല്ലെങ്കിൽ ട്രെയിന് സംവിധാനം, നടന്നു പോകുന്ന ആളുകളും ഒറ്റപ്പെട്ടവരാണ്. ഇങ്ങനെ 3 വഴികളിലൂടെയാണ് അറഫയിലേക്ക് എത്താനുള്ള വഴി. അൽഹംദുലില്ലാഹ്. മഅ്ദിൻ സംഘം അനുവദിച്ച ബസ് സമയം അങ്ങനെ ഇൻഷാ അല്ലാഹ് ആയിക്കഴിഞ്ഞാൽ അറഫയിലേക്ക് പുറപ്പെടും. അൽ ഹജ്ജു അറഫ. അറഫയാണ് ഹജ്ജ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമമാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരേ മുദ്രാവാക്യവുമായി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം വന്ന വിശ്വാസികൾ ഒരേ വേഷത്തിലായി ഒരേ മുദ്രാവാക്യവുമായി പണ്ഡിതനും പാമരനും വിദ്യാഭ്യാസമുള്ളവനും അല്ലാത്തവനും രാജാക്കന്മാരും പ്രമുഖരും അങ്ങനെയെല്ലാം അള്ളാഹുവിന് അനുസരണയുള്ളവരായി തൽബിയത്തും ചൊല്ലി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയോടവിടെ എത്തി അവിടെ ഒരുക്കിയ കഠിനമായ ഈ ചൂടും കാലാവസ്ഥയിലും അതിനെയെല്ലാം തരണം ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ടെൻറ്റുകൾ അവിടെ വിശ്രമിച്ച് നാളെ ഉച്ചയോടെ അറഫ സംഗമം ആരംഭിക്കുകയാണ്. അള്ളാഹുവിലേക്ക് കൈമലർത്തി റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന വിശ്വാസികളെ കണ്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെടുകയാണ്. മലക്കുകളെ വിളിച്ച് അല്ലാഹു തആല മറുപടി നൽകുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ